5 പെങ്ങന്മാരുടെ ഒരേ ഒരു ആങ്ങള. ഓവർ പ്രൊട്ടക്റ്റീവായ ഹിറ്റ്ലർ മാധവൻകുട്ടിയെ മലയാളി സിനിമാ പ്രേമികൾ മറക്കാൻ ഒരു സാധ്യതയുമില്ല. അങ്ങ് തായ്വാനില് 5 പെങ്ങന്മാർക്കും കൂടി ഒരേ ഒരു ആങ്ങളയുണ്ട്. ആ പയ്യനെ ഒന്ന് പ്രേമിക്കാൻ പോയിട്ട് ഒരു പെണ്ണിന്റെ നിഴലിൽ നോക്കാൻ പോലും ഈ പെങ്ങന്മാര് സമ്മതിക്കില്ല. അവനാണെങ്കിൽ ഒരു പെണ്ണിനെങ്കിലും പ്രേമിക്കണമെന്ന അതിയായ ആഗ്രഹവും. ഒരു വശത്ത് ചത്താലും ആങ്ങളെ പ്രേമിക്കാൻ അനുവദിക്കില്ല എന്ന വാശിയോടെ പെങ്ങന്മാരും, മറുവശത്ത് എങ്ങനെങ്കിലും ചാവുന്നതിന് മുന്നേ ഒരുത്തിയെങ്കിലും പ്രേമിക്കണമെന്ന ആഗ്രഹത്തില് ഒരാങ്ങളെയും. വളരെ രസകരമായ ഇവർക്കിടയിലുള്ള നർമ്മ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ചിത്രമാണ് 2018 റിലീസായ 5 സിസ്റ്റേഴ്സ് എന്ന തായ്വാൻ ചിത്രം. ഈ ചിത്രത്തിന് ഹൗ ടു ട്രെയിൻ അവർ ഡ്രാഗൺ എന്ന മറ്റൊരു പേരും കൂടിയുണ്ട്. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ ലീയെയാണ്. ലീ അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട്, ഇത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റാ, നമ്മൾക്ക് കല്യാണം കഴിച്ചാലോ, നിനക്ക് സമ്മതമാണെങ്കിൽ ഇതിലൊന്ന് ഒപ്പിട്ടേന്നും പറഞ്ഞ് അവളെ നൈസിനങ്ങ് പ്രപ്പോസ് ചെയ്യാണ്. കൊച്ചു പയ്യനാണെന്നൊന്നും വിചാരിക്കേണ്ട, ഇത് കണ്ടില്ലേ, പ്രപ്പോസലൊക്കെ വേറെ ലെവലാണ്. അവള് പിന്നെന്നുള്ള മട്ടിൽ നിൽക്കുമ്പോ ലീ ഒരു പ്രോഗ്രാമിന്റെ 2 ടിക്കറ്റ്സ് കൊടുത്തിട്ട്, നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാമിന് പോകാമെന്ന് അവളോട് പറയുന്നു. ഇത് കണ്ട ഉടനെ ആ പെണ്ണ് ആ സർട്ടിഫിക്കറ്റ് അങ്ങ് തട്ടിക്കളഞ്ഞ് ആ ടിക്കറ്റുമായി അവളുടെ ലൈനിന്റെ കൂടെ പോകുന്നു. ഇപ്പൊ നമ്മുടെ ലീ ആരായി? എന്തായാലും അവന് വല്ലാത്ത വിഷമം. വലിയ കാര്യത്തില് ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്തതല്ലേ, അവൾ ഇമാതിരി തേപ്പ് തേക്കുന്ന് ഇവൻ വിചാരിച്ചില്ല. ഇവൻ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇവന്റെ 5 പെങ്ങന്മാർ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ 5 പെങ്ങന്മാരുടെയും കൂടി ഒരേ ഒരു പൊന്നാങ്ങളെയാണ് നമ്മുടെ ഈ കൊച്ചു പയ്യൻ ലീ. ഒരു പെണ്ണ് കാരണം മനസ്സ് തകർന്ന് കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന തങ്ങളുടെ ആങ്ങളെ കാണുന്ന ആ പെങ്ങന്മാർക്ക് സഹിക്കുന്നില്ല. ഇനി ഒരിക്കലും ഒരു പെണ്ണ് കാരണവും നീ കരയേണ്ടി വരില്ല, നിന്നെ എക്കാലവും പെണ്ണുങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുമട എന്ന് അവര് ലീക്ക് വാക്ക് കൊടുക്കുന്നു. ലീയും വളരെ സന്തോഷത്തിൽ ആ വാക്കിനങ്ങ് നിന്നു കൊടുക്കുന്നു. അങ്ങനെ 15 വർഷങ്ങൾ കടന്നു പോകുന്നു. ഇപ്പൊ നമ്മുടെ ലീ ഒരു ടീനേജ് പയ്യനായി വളർന്നുവെങ്കിലും അവന് യാതൊരു ഫ്രീഡവുമില്ല. അവന്റെ എല്ലാ കാര്യത്തിലും അവന്റെ പെങ്ങന്മാര് കൈകടത്തി ഓവർ പ്രൊട്ടക്റ്റീവ് ആവുകയാണ്. മൂത്ത സഹോദരിയുടെ പേര് ജെനി എന്നാണ്. രണ്ടാമത്തെ സഹോദരി എഗുനി, മൂന്നാമത്തേത് വെറ, നാലാമത്തേത് ക്ലോവർ, അഞ്ചാമത്തേത് സാങ്. മൂത്ത സഹോദരിയായ ജെനി വളരെ ഷോർട്ട് ടെമ്പേർഡ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ ലീ അടക്കമുള്ള സഹോദരങ്ങൾക്ക് ജെനിയെ വലിയ പേടിയാണ്. രണ്ടാമത്തെ സഹോദരിയായ എഗുനി ടീച്ചറായി ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ സഹോദരിയായ വെറ കമ്പ്യൂട്ടർപരമായി ഒരുപാട് ട്രിക്സ് അറിയാവുന്ന ആളാണ്, കൂടാതെ ഹാക്കിങ്ങും അറിയാം. ഇടയ്ക്കിടയ്ക്ക് ലീയുടെ സ്കൂളിലെ CCTV വിഷ്വൽസ് ഒക്കെ പരിശോധിച്ച് ലീ എന്തെടുക്കുകയാണെന്ന് കണ്ടെത്തുന്നത് വെറയുടെ ഒരു ഹോബിയാണ്. നാലാമത്തെ സഹോദരി ക്ലോവർ ആർച്ചറി ക്ലബിലെ അംഗമാണ്. കൂടാതെ അമ്പ ഇത് കൊല്ലുമെന്ന് പേടിപ്പിച്ച് ലീയെ കൊണ്ട് ഇവൾ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാറുണ്ട്. ഏറ്റവും ഇളയ സഹോദരിയായ സാങ് മൂത്ത സഹോദരിമാരെ വെച്ച് നോക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, ലീക്ക് വലിയ പാരയില്ല എന്ന് പറയാം. എന്നാലും ലീയുടെ എല്ലാ കാര്യങ്ങൾക്കും ഒന്നും സപ്പോർട്ടീവുമല്ല. എന്തായാലും ഈ സഹോദരിമാര് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇനി ഒരു പെണ്ണ് കാരണവും ലീക്ക് അറിയാതെ അവര് നോക്കുമെന്ന് ലീക്ക് കൊടുത്ത വാക്ക് മൂലം ഇപ്പൊ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ിരിക്കുകയാണ്. ഷെടാ, അറിവില്ലാത്ത പ്രായത്തില് അങ്ങനെ വാക്ക് കൊടുത്തു പോയതാ എന്നും പറഞ്ഞ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്റെ പുറകിന് നടന്ന് താൻ പെണ്ണുങ്ങളോട് മിണ്ടുന്നുണ്ടോ നോക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണോ എന്ന് ലീ പലവട്ടം അവരോട് ചോദിച്ചിട്ടും അവർ ആ ഒരു വാക്കിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. ഇവരുടെയൊക്കെ ചെറുപ്പത്തിലെ ഇവരുടെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയതാണ്. അതുകൊണ്ട് തന്നെ ഈ സഹോദരിമാരാണ് അവരുടെ ഒരേ ഒരു പൊന്നാങ്ങളെ പൊന്നുപോലെ നോക്കിയിരുന്നത്. സഹോദരിമാര് ഒരു പെണ്ണിന്റെ അടുത്തും അടുപ്പിക്കാത്തത് കൊണ്ട് ലീക്ക് പെണ്ണുങ്ങളെ പറ്റി അറിയാനൊക്കെ വളരെ വലിയ താല്പര്യമാണ്. അങ്ങനെ ആ കൗതുകം ഒരിക്കൽ സ്കൂളിലെ ഗേൾസ് ടോയ്ലറ്റിൽ അവനെ കൊണ്ടെത്തിക്കുന്നു. തുടർന്ന് അത് സ്കൂളിൽ പിടിക്കുന്നു. ലീയുടെ വീട്ടിലും അറിയുന്നു. മൂത്ത സഹോദരിയായ ജെനിയുടെ നേതൃത്വത്തിൽ സഹോദരിമാരെല്ലാരും കൂടി ലീയെ ശരിക്കിട്ടങ്ങ് കൊടഞ്ഞെടുക്കുന്നു. ലീയെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് പെങ്ങന്മാരെല്ലാരും കൂടി. നീ ഇനി ഏതെങ്കിലും പെണ്ണിന്റെ മുഖത്ത് നോക്കോടാ, എന്തിനാണ് നീ ഇന്ന് അമ്മാതിരി പണി സ്കൂളിൽ കാണിച്ചത് എന്നെല്ലാം ഈ പെങ്ങന്മാര് ചോദിക്കുമ്പോൾ പൊതുവെ അവരോട് എതിർത്ത് ഈ വിഷയത്തിൽ ഒന്നും സംസാരിക്കാറില്ലായിരുന്ന ലീ ഇത്തവണ അവരെ എതിർത്ത് സംസാരിക്കുകയാണ്. അവനും അവന്റെ സമപ്രായക്കാരായ മറ്റാൺകുട്ടികളെ പോലെ ലൈൻ അടിക്കണമെന്നും ഡേറ്റിങ്ങിന് പോകണമെന്നും ഒക്കെ പറയുന്നു. അത് തന്റെ അവകാശമാണ്, അത് തടയാൻ പെങ്ങന്മാർക്ക് അധികാരമില്ല എന്ന് അവൻ പറയുമ്പോൾ, ശരി, നിന്നെ ഞാൻ വെല്ലുവിളിക്കാം, നീ ലൈൻ അടിച്ചോ, ഒരു കുഴപ്പമില്ല. ഒരുപക്ഷെ നിന്റെ പെങ്ങന്മാരെക്കാളും മികച്ച ഒരു പെണ്ണിനെ നീ കണ്ടുപിടിച്ചോണ്ടോ, അങ്ങനെയുള്ള ഒരുത്തിയെ നീ കൊണ്ടുവന്നാൽ അവളെ ഡേറ്റ് ചെയ്യാനോ പ്രേമിക്കാനോ കെട്ടിക്കാനോ എന്തിനും ഞങ്ങൾ റെഡിയാണ്. അല്ലാത്ത പക്ഷം നിന്റെ ആശയൊന്നും ഇവിടെ നടക്കില്ല എന്ന് സഹോദരിമാര് ലീയോട് പറയുന്നു. ലീ
ആരെ കൊന്നിട്ടാണെങ്കിലും താൻ ഉടനെ തന്നെ തന്റെ പെങ്ങന്മാരെക്കാളും മിടുമിടുക്കിയായ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ട് നിർത്തുമെന്ന് അവന്റെ സഹോദരിമാരെ വെല്ലുവിളിക്കുന്നു. അല്ല പിന്നെ കൊച്ചിലെങ്ങാണ്ട് ഒരു സത്യം ചെയ്തു എന്നും പറഞ്ഞ് ഇത്രയും വർഷമായിട്ട് ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാൻ അനുവദിക്കാത്ത പെങ്ങന്മാരോട് ഇതല്ലാതെ വേറെ എന്ത് പറയാനാ? അങ്ങനെ അടുത്ത ദിവസം തന്നെ ഒരു പ്ലക്കാർഡും പിടിച്ചു നിൽക്കാണ്. അവന് ഒരു ഗേൾ ഫ്രണ്ടിനെ ആവശ്യമുണ്ടെന്നും താല്പര്യമുള്ളവര് സമീപിക്കുക എന്നുമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് കുട്ടികള് ഇവൻ എന്താ പ്രാന്താണോ എന്ന മട്ടിൽ അവനെ നോക്കി കളിയാക്കി ചിരിക്കുന്നു. ഇത് കാണുന്ന ലീയുടെ ഫ്രണ്ട് അവനൊരു ഉപദേശം കൊടുക്കുന്നു. ഇങ്ങനെ പ്ലക്കാർഡ് പിടിച്ച് ജാഥയ്ക്ക് പോകുന്ന പോലെ നിന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ നിനക്ക് നല്ലൊരു പെണ്ണിനെ പറഞ്ഞുതരാം. മെങ്ങില്ലേ, നീ ആ ഗേൾസ് ടോയ്ലറ്റിൽ കയറിയ കാര്യം കണ്ടെത്തി കംപ്ലൈന്റ് ചെയ്ത പെണ്ണ്, അവളെ തന്നെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അവള് പാവാടാ. പൊതുവെ ആരെങ്കിലും എന്തെങ്കിലും സങ്കടം പറഞ്ഞാല് അവളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ അവരെ സഹായിച്ചു കൊടുക്കും. നീ നിന്റെ സാഹചര്യം അവരോട് പറ. നിന്റെ സഹോദരിമാരുടെ ടോർച്ചറിൽ നിന്നും ഓവർ പ്രൊട്ടക്ഷനിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്കൊരു ഗേൾ ഫ്രണ്ടിനെ വേണമെന്നും അതിനൊന്ന് സഹായിക്കണമെന്നും. ഉറപ്പായും അവള് സഹായിക്കുമെന്ന് പറഞ്ഞ് മെങ്ങിനെ പ്രപ്പോസ് ചെയ്യാനായി ലീയെ ഫ്രണ്ട് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ലീക്ക് കൈയും കാലും വിറയ്ക്കുന്നു. കാരണം ലീക്ക് എങ്ങനെയാണ് ഒരു പെണ്ണിനോട് സംസാരിക്കേണ്ടത് എന്ന് പോലും നന്നായി അറിയില്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ലീക്ക് വേണ്ടി ദൂത് പോകാനായി തീരുമാനിക്കുന്നു. ഈ ഫ്രണ്ട് നേരിട്ട് മെങ്ങിന്റെ അടുത്ത് ചെന്ന് ലീയെ പറ്റി പറയുന്നു. അന്ന് നീ ഗേൾസ് ടോയ്ലറ്റിൽ വെച്ച് പിടിച്ച ലീ ഇല്ലേ, അവൻ വെറും പാവുക. അവൻ സത്യത്തിൽ ഇങ്ങനെ ആകാൻ കാരണം അവന്റെ പെങ്ങന്മാരാ. കൊച്ചിലെങ്ങാണ്ട് ഇവൻ ഏതോ ഒരു പെണ്ണ് കാരണം കരഞ്ഞു എന്നും പറഞ്ഞ് ഇനി ജീവിതകാലം മുഴുവൻ നിന്നെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും, ഒരു പെണ്ണ് നിന്റെ ജീവിതത്തിൽ വേണ്ടെന്നും പറഞ്ഞ് ശബ്ദമെടുത്ത് അവളുമാര് ഒരു പെണ്ണിന്റെ നിഴലിൽ പോലും നോക്കാൻ ഇവനെ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ നേരെ ചൊവ്വെ ഒരു പെണ്ണിനോട് വർത്താനം പറയാൻ പോലും അവൻ അറിയില്ല. അങ്ങനെ അവൻ ആകെ പാടപ്പെട്ടിരിക്കുക. നീ വിചാരിച്ച അവനെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് കുറച്ച് പൊടിപ്പും തങ്ങലും വെച്ച് എക്സ്ട്രാ ഫിറ്റിങ്ങോട് കൂടി ലീയുടെ അവസ്ഥ സുഹൃത്ത് മെങ്ങിന്റെ മുന്നിൽ വെളിപ്പെടുത്തുന്നു. ഇത് കേൾക്കുന്ന മെങ്ങിന് ശരി, തന്നെ കൊണ്ട് പറ്റുന്ന ഒരു സഹായമല്ലേ, ഗേൾ ഫ്രണ്ടായിട്ട് അഭിനയിച്ചാ പോരെ എന്ന വണ്ണം ലീയെ സഹായിക്കാമെന്ന് തീരുമാനിച്ച് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ പെട്ടെന്ന് അവളുടെ മനസ്സങ്ങ് മാറാണ്. അവനോട് സംസാരിക്കാതെ തിരിഞ്ഞു പോകാൻ ശ്രമിക്കുമ്പോഴാണ് അവൻ അവിടെ നിന്ന് വീണ് പരിക്കേൽക്കുന്നത്. അവൻ മനഃപൂർവ്വം വീണതല്ല, ബാലൻസ് തെറ്റിപ്പോയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലീയുടെ അടുത്ത് നമ്മുടെ മെങ്ങ് നിൽക്കുന്നു. ഗേൾ ഫ്രണ്ട് ഒന്നും ആകാൻ പറ്റൂന്ന് തോന്നുന്നില്ല, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആകാമെന്ന് മെങ്ങ് ലീയോട് പറയുന്നു. ആദ്യത്തെ അറ്റംപ്റ്റ് പാളിപ്പോയെങ്കിലും ജസ്റ്റ് ഫ്രണ്ട് ആകാമെന്ന് പറഞ്ഞെങ്കിലും ഒരു പെണ്ണ് തന്റെ അടുത്ത് നിൽപ്പുണ്ടല്ലോ എന്ന സന്തോഷത്തിൽ ലീ ആ ബെഡിൽ കിടക്കുന്നു. ഇവര് രണ്ടുപേരും ആ ഹോസ്പിറ്റൽ റൂമിൽ ഉള്ള സമയത്താണ് ലീയുടെ രണ്ട് സഹോദരിമാര് അങ്ങോട്ടേക്ക് വരുന്നത്. നേരെ ചൊവ്വെ ശ്രദ്ധിക്കാതെ നടന്ന് എവിടെ ഉരുണ്ട് വീണ് ശരീരമാസകലം മുറിവേറ്റിങ്ങനെ കിടക്കുന്നതിന് ലീയെ അവര് ഉപദ്രവിക്കുന്നു. പരിക്കേറ്റ് കിടക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത്. ഇവിടെ ഇവന്റെ സഹോദരിമാര് ആ മുറിവിന്റെ മേളിൽ പിച്ചിയും ഇടിച്ചും അവനെ വീണ്ടും വേദനിപ്പിക്കുകയാണ്. ഇത് ആ മുറിയുടെ ഒരു ഓരത്തായി നിന്ന് മെങ്ങ് ശ്രദ്ധിക്കുന്നു. അവൾക്ക് പെട്ടെന്ന് ഈ ഒരു കാഴ്ച കണ്ട് വല്ലാത്ത ദേഷ്യം വരുന്നു. ഇവളുമാർക്ക് എന്താ വട്ടാണോ എന്ന് കരുതി മെങ്ങ് ഉച്ചത്തിൽ തന്നെ തന്റെ ബോയ് ഫ്രണ്ടിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയുന്നു. ഇങ്ങനെ ഞങ്ങളുടെ പൊന്നാങ്ങളെ ബോയ് ഫ്രണ്ട് എന്ന് ഒരുത്തി സംബോധന ചെയ്യുന്നത് കേൾക്കുന്ന ആ പെങ്ങന്മാര് ആകെപ്പാടെ ഞെട്ടിത്തരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ലീ വീട്ടിലെത്തിയ ശേഷവും പെങ്ങന്മാർ അവനെ വിടാതെടാ സത്യാണോടാ, നിനക്ക് ഗേൾ ഫ്രണ്ട് സെറ്റായോ, ആരാ അവള് ഒന്ന് പറയുന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ലീ അതൊക്കെ പുച്ഛിച്ച് തള്ളാണ്. നിങ്ങൾക്ക് ഉത്തരം തരേണ്ട കാര്യം എനിക്കൊന്നുമില്ല എന്ന് അവൻ പുച്ഛത്തിൽ പറയുന്നുണ്ടെങ്കിലും ആ പുച്ഛം അവന്റെ മൂത്ത സഹോദരിയായ ജെനി വരുന്നിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞില്ല ജെനി വലിയ ദേഷ്യക്കാരിയാണെന്ന്. എല്ലാവർക്കും അവളെ പേടിയാണ്. ജെനിയെ കണ്ടപാടെ ജെനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തത്ത് പറയും പോലെ ലീ ഉത്തരം പറയുന്നു. പക്ഷെ അപ്പോഴും ഹോസ്പിറ്റൽ റൂമിൽ വെച്ച് തന്റെ പെങ്ങന്മാരുടെ മുന്നിൽ മെങ്ങ് തന്റെ ബോയ് ഫ്രണ്ട് എന്ന് സംബോധന ചെയ്തതുകൊണ്ട് തന്നെ മെങ്ങ് തന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നാണ് ജെനിയോട് ലീ പറയുന്നത്. വീണ്ടും ഇവര് ലീയെ തലകീഴായി കെട്ടിത്തൂക്കിയിടുന്നു. ഒരുമാതിരി പോലീസ് സ്റ്റേഷനിലെ പ്രതികളെയൊക്കെ ഈ സിനിമയിൽ കൊണ്ട് ചോദ്യം ചെയ്യുന്നത് പോലെയാണ് ലീയോട് അവന്റെ പെങ്ങന്മാര് സംസാരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ലീക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസമേ വരുന്നില്ല. ആ സമയം തങ്ങൾക്കിടയിൽ ഫസ്റ്റ് സൈറ്റ് ലവ് ആണ്, അത് ഒറ്റ ദിവസം തന്നെ ധാരാളമാണല്ലോ എന്നെല്ലാം ലീ പറയുന്നു. എന്തായാലും ആങ്ങളെ കണ്ടുപിടിച്ച പെണ്ണിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും അവള് തങ്ങളെ പോലെ മിടിക്കുകയാണോ അതോ അവള് കൊള്ളൂല എന്ന പേരിൽ അത് അവോയ്ഡ് ചെയ്ത് വിടാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നറിയാനൊക്കെ ഈ പെങ്ങന്മാര് അടുത്ത ദിവസം തന്നെ മെങ്ങിനെ പറ്റി അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ലീയുടെ നാലാമത്തെ സഹോദരിയായ ക്ലോവറും ഏറ്റവും ഇളയ സഹോദരിയായ സാങ്ങും രണ്ടാമത്തെ സഹോദരിയായ മെലഡിയും കൂടി രണ്ടും കൽപ്പിച്ചാണ് സ്കൂളിലേക്ക് ചെല്ലുന്നത്. ക്ലോവർ നന്നായി അമ്പ ചെയ്യുന്നത് കൊണ്ട് തന്നെ ലീയും മെങ്ങും നടന്നു പോകുന്ന
സമയം ഇവർക്ക് നേരെ അമ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ലീ കാണുകയും തടുക്കുകയും ചെയ്യുന്നു. മെങ് ഇവരോട് തട്ടിക്കയറാണ്. നിങ്ങൾക്ക് നാണമില്ല ഒരു സഹോദരനോട് ഇങ്ങനെ പെരുമാറാനെന്ന് മെങ് ചോദിക്കുമ്പോൾ ഇവളുമാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇവളുമാരും തിരിച്ച് ദേഷ്യപ്പെടുന്നു. ഓഹോ, രണ്ടും തമ്മിൽ ഇപ്പൊ കണ്ട് പ്രേമിച്ചു തുടങ്ങിയതേ ഉള്ളൂ, അതിന്റെ ഇടയിൽ ഇത്രയ്ക്കങ്ങ് അടയും ചക്കരയുമായോ? എങ്കിൽ അത് കാണിച്ചു തരാമല്ലോ എന്ന മട്ടിൽ സാങ് ആ സ്കൂളിലുള്ള നല്ല ഹാൻസം പയ്യന്മാരെ സോപ്പിട്ട് അവരോട് മെങ്ങിനെ ചെന്ന് പ്രപ്പോസ് ചെയ്യാനായി ആവശ്യപ്പെടുന്നു. അവരുടെ ആരുടെങ്കിലും പ്രപ്പോസലിൽ മെങ് വീഴുമെന്നാണ് കരുതുന്നത്. കാരണം അവരെല്ലാം ലീയേക്കാളും കാണാൻ ഭംഗിയുള്ളവരാണ്. പക്ഷെ മെങ് അവരോടൊക്കെ നോ പറഞ്ഞു വിടുന്നു. അങ്ങനെ വീണ്ടും മെങ്ങും ലീയും റൂഫ് ടോപ്പിൽ പോയിരുന്ന ഒരു ഐസ്ക്രീം കഴിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ മെങ്ങിന് തന്നോട് പ്രേമമൊന്നുമില്ല, അവള് തന്റെ സിറ്റുവേഷൻ കണ്ട് സഹതാപം തോന്നി തന്നോട് ഇങ്ങനെ അടുക്കുന്നതാണെന്ന് ലീക്ക് മനസ്സിലാവുന്നത്. സഹോദരിമാര് ലീയുടെ അവയവങ്ങൾക്ക് വേണ്ടി ലീയെ ഉപദ്രവിക്കാൻ നോക്കുന്നതാ, അതിനെ ഈ അമ്പ് ചെയ്ത് കൊല്ലാൻ നോക്കുന്നത് എന്നെല്ലാമാണ് മെങ് കരുതി വെച്ചിരിക്കുന്നത്. ലീ ആ തെറ്റിദ്ധാരണ എന്തായാലും മാറ്റാൻ പോകുന്നില്ല. കാരണം അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും ഇവള് കുറച്ചു നേരം തന്റെ കൂടെ ഇരിക്കുമല്ലോ എന്നാണ് അവൻ കരുതുന്നത്. എന്തായാലും സ്കൂളിൽ വെച്ച് പലതവണ ക്ലോവർ ഇവർക്ക് നേരെ അമ്പ് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ അതെല്ലാം ചീറ്റി പോവാണ്. ഇതേ സമയം ഈ സ്കൂളിൽ രഹസ്യമായി ആരോ ചില സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നതും അത് അബദ്ധത്തിൽ ചെറിയ സ്ഫോടനമായി കലാശിക്കുന്നതുമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആരാണ് ഇത് ചെയ്യുന്നതെന്നോ എന്തിനാണ് ചെയ്യുന്നതെന്നോ ഇപ്പോൾ വ്യക്തമല്ല. അങ്ങനെ തോറ്റു തുന്നമ്പാടി സാങ്ങും ക്ലോവറും വീട്ടിലേക്ക് തിരിച്ചെത്തി മൂന്നാമത്തെ സഹോദരിയായ വെറയുടെ സഹായം ആവശ്യപ്പെടുന്നു. വെറയ്ക്ക് കമ്പ്യൂട്ടർ ഹാക്കിംഗ് ഒക്കെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ലീയുടെ സ്കൂളിലെ CCTV ഒക്കെ ഹാക്ക് ചെയ്ത് പരിശോധിക്കാറുമുണ്ട്. ഇതേപോലെ CCTV ഹാക്ക് ചെയ്ത് മെങ്ങിന്റെ വിഷ്വൽസ് എടുത്ത് അതിൽ എഡിറ്റിങ്ങും അല്ലറ ചില്ലറ ടച്ചപ്പ് തട്ടിപ്പ് പരിപാടികളും ഒക്കെ നടത്തി മെങ്ങിനെ ആര് കണ്ടാലും നാറ്റിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി അത് നെറ്റിൽ പോസ്റ്റ് ചെയ്യാനായി ഒരുങ്ങുന്ന സമയത്താണ് അവരുടെ വീട്ടിൽ കറണ്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഇത് ജസ്റ്റ് വെറും ഒരു പവർ കട്ടല്ല. ഇവരുടെ വീടിന്റെ വെളിയിൽ നേരത്തെ സ്കൂളിൽ ആ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച അതേ പയ്യൻ നിൽപ്പുണ്ട്. അവനാണ് ഇവരുടെ വീട്ടിലെ പവർ ഇപ്പോൾ ഓഫ് ആക്കിയത്. എന്തിനാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ലീയുടെ 3 സഹോദരിമാര് വിചാരിച്ചിട്ടും മെങ്ങിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവര് എഗുനി എന്ന ലീയുടെ രണ്ടാമത്തെ മൂത്ത സഹോദരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എഗുനി റേസിനെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ആ വെല്ലുവിളി ഏറ്റെടുത്ത് മെങ് റേസിൽ പങ്കെടുക്കുന്നു. എഗുനിയാണ് റേസിന്റെ ഒടുക്കം ജയിക്കുന്നത്. മെങ് തോൽക്കുന്നു. ഇതേ സമയം അവിടേക്ക് എത്തിയ ലീയുടെ മൂത്ത സഹോദരിയായ ജെനി ഷോട്ട് പുട്ട് ത്രോ ചെയ്യുന്ന കോമ്പറ്റീഷന് വേണ്ടി മെങ്ങിനെ വിളിക്കുന്നു. ഒരു മെറ്റാലിക് ബോള് ദൂരേക്ക് എറിയണം, അതാണ് കോമ്പറ്റീഷൻ. മെങ് ശരി ഈ ഒരു സഹോദരിയുടെ വെല്ലുവിളിയായിട്ട് എന്തിനാ കുറയ്ക്കുന്നതെന്ന് കരുതി അതിനും തയ്യാറാകുന്നു. അങ്ങനെ മെറ്റാലിക് ബോൾ എറിയാനായി ജെനി ശ്രമിക്കുന്ന സമയത്താണ് മെറ്റാലിക് ബോളുകൾക്കിടയിൽ കണ്ടാൽ മെറ്റാലിക് ബോൾ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്ഫോടക വസ്തു ഉണ്ടായിരുന്ന കാര്യവും അത് അറിയാതെ ജെനി എടുക്കുന്നു എന്ന കാര്യവും മെങ് ശ്രദ്ധിക്കുന്നത്. മെങ് സമയോചിതമായി ഇടപെട്ട് ജെനിയെ തടഞ്ഞ് അത് ദൂരേക്ക് എറിഞ്ഞത് കൊണ്ട് തന്നെ ജെനിക്ക് ഉണ്ടാവേണ്ടിയിരുന്ന വലിയൊരു ആപത്ത് ഒഴിവാകുന്നു. ആ മെറ്റാലിക് ബോളിന്റെ രൂപത്തിലുണ്ടായിരുന്ന സ്ഫോടക വസ്തു പൊട്ടിച്ചിതറുന്നത് കാണുമ്പോഴാണ് മെങ് ഉള്ളതുകൊണ്ട് മാത്രമാണ് താനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നതെന്ന കാര്യം ജെനി തിരിച്ചറിയുന്നത്. ജെനിയുടെ ഉള്ളിൽ മെങ്ങിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുന്നു. ജെനിക്ക് മെങ്ങിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നതുപോലെ തന്നെ മറ്റു സഹോദരിമാർക്കും മെങ്ങിനോടുള്ള ഇഷ്ടക്കേട് പതിയെ ഇല്ലാതാവുന്നു. യഥാർത്ഥത്തിൽ ഇവരുടെ കുടുംബത്തിന്റെ തല ജെനിയാണ്. ജെനിക്കാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. മറ്റുള്ള സഹോദരങ്ങൾക്കും ജെനിയാണ് പെട്ടെന്ന് പേടിയാകുന്നതും. അതുകൊണ്ട് തന്നെ ജെനിക്കില്ലാത്ത കുഴപ്പം തങ്ങൾക്ക് എന്താണെന്നാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. ഈ ഒരു കാര്യം ലീയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ലീയും മെങ്ങും സഹോദരിമാരുടെ എതിർപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നിച്ച് കറങ്ങി നടക്കാനും കൂടുതൽ നേരം സംസാരിച്ച് സമയം ചെലവഴിക്കാനും തുടങ്ങുന്നു. അങ്ങനെ സംസാരിച്ച് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാകുന്നു. മുന്നേ മെങ്ങ് ലീയോട് പ്രണയമില്ലാതെ ആണല്ലോ അവനെ പ്രണയിക്കുന്നത് പോലെ അഭിനയിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോ അവനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഡേറ്റിങ്ങിന് പോക്കും ബീച്ചിൽ സമയം ഒന്നിച്ച് ചെലവഴിക്കലുമായി ഒരു ദിവസം രാത്രി ഫുള്ള് ടെന്റ് അടിച്ച് കടൽ തീരത്ത് 2 പേരും സ്റ്റേ ചെയ്യുന്നു. ഇവരിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ സ്ഫോടക വസ്തു ഉണ്ടാക്കിയ പയ്യൻ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവര് കെട്ടിപ്പിടിക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കുമ്പോഴും എല്ലാം ഇത് കാണുന്ന ഇവന് ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ട്. ഇവൻ കയ്യിൽ കിട്ടുന്ന ഓരോ സാധനങ്ങള് തല്ലി പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇത് മെങ്ങോ ലീയോ ശ്രദ്ധിക്കുന്നില്ല. ഒരു ദിവസം സ്കൂളിൽ ലഞ്ച് ബ്രേക്കിന്റെ ഇടയിൽ സാങ്ങും ലീയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായി ഒരുങ്ങുന്ന സമയം സാങ് അവളുടെ ചോറ്റും പാത്രം തുറക്കുന്നു. ഈ സമയം അതുമായി ബന്ധിപ്പിച്ചിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്നു. അവിടെ ചെറിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു. ഭാഗ്യവശാൽ ഇതൊരു കെമിക്കൽ എക്സ്പ്ലോഷൻ ആണ്. അതുകൊണ്ട് തന്നെ കാര്യമായി പരുക്കൊന്നും സാങ്ങിനോ ലീക്കോ സംഭവിച്ചിട്ടില്ല. ഉപദ്രവിക്കണം എന്ന ചിന്തയിലല്ല, എന്തോ ഒന്ന് പേടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു താക്കീത് നൽകുക എന്ന രീതിയിൽ ഉണ്ടാക്കിയ ഒരു എക്സ്പ്ലോഷൻ പോലെയാണ് കണ്ടാൽ തോന്നുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി ലീക്ക് അവന്റെ പെങ്ങളെ അവൻ എത്രത്തോളം
ഇഷ്ടമായിരുന്നു എന്നും അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചിന്തിച്ച ആ ഒരു സമയം അവന്റെ ഉള്ളിൽ എത്ര വേദനിച്ചു എന്നും തിരിച്ചറിയാൻ സാധിക്കുന്നു. ഈ ഒരു സംഭവം ഇതേ സ്കൂളിലുള്ള മെങ്ങും അറിയുന്നു. പക്ഷെ അവൾ അതിനുശേഷം ലീയുടെ മുന്നിൽ ചെല്ലാനോ അവനോട് സംസാരിക്കാനോ താല്പര്യം കാണിക്കുന്നില്ല. അവള് കരുതുന്നത് ഇവൻ ഇവളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഓരോ പ്രശ്നങ്ങൾ അവനുണ്ടാകുന്നത്. അവള് ബാഡ് ലക്ക് ഉള്ള ഒരു പെൺകുട്ടിയാണ്. ആ ലക്ക് അവന്റെ ജീവിതത്തിലേക്കും താൻ പടർത്തുകയാണ്. അതുകൊണ്ട് അത് വേണ്ട, ഇവനുമായിട്ടുള്ള റിലേഷൻ മാറ്റാമെന്നാണ്. ലീ എത്രത്തോളം മെങ്ങിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നോ അവൾ അത്രത്തോളം അവനിൽ നിന്ന് ഇപ്പോൾ അവോയ്ഡ് ചെയ്ത് മാറാനാണ് ശ്രമിക്കുന്നത്. നല്ല മഴയുള്ള ഒരു സമയം സ്കൂളിൽ നിന്ന് പോകാൻ സാധിക്കാതെ മെങ് പെട്ടിരിക്കുമ്പോൾ മെങ്ങിനെ കൊണ്ടുപോകാനായി ലീ വരുന്നുണ്ടെങ്കിലും അവൾ അവന്റെ കൂടെ പോവാൻ റെഡിയാവുന്നില്ല. മെങ്ങിനെ ലീ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾ കുതറി മാറി ഇനി എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ സ്കൂളിൽ ട്രാൻസ്ഫർ ആയി പോകും, വെറുതെ എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുതെന്നൊക്കെ അവനോട് ദേഷ്യപ്പെട്ടു പോകുന്നു. ലീ ആകെപ്പാടെ അപ്സെറ്റ് ആയി പോവാണ്. അവൻ അന്ന് രാത്രി വീട്ടിൽ ചെന്നതേയില്ല. അടുത്ത ദിവസം രാവിലെയും അവൻ സ്കൂൾ പരിസരത്ത് തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം മറ്റേ ആ പയ്യൻ ലീയുടെ അടുത്തേക്ക് വന്ന് അവനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നു. അന്ന് ഇവരുടെ സ്കൂളിൽ വലിയൊരു പാർട്ടി നടപ്പുണ്ടായിരുന്നു. ആ പാർട്ടിയിൽ എല്ലാ പിള്ളേരും എൻജോയ് ചെയ്യുമ്പോൾ ഒരു വശത്ത് വളരെയധികം ഗ്ലൂമിയായി അപ്സെറ്റ് ആയിരിക്കുകയാണ് മെങ്. മറുവശത്ത് നമ്മുടെ ലീയുടെ സഹോദരിമാര് അവനെ കാണാത്തത് കൊണ്ട് തന്നെ വലിയ ടെൻഷനിലിരിക്കുന്നു. വേറെ ലീ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് അവന്റെ ഫോണിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്താണ് ഇവരുടെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് സ്റ്റേജിൽ കയറി മൈക്കിൽ ഇതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ സംസാരിക്കുന്നത്. അവൻ ആദ്യം മുഖംമൂടി വെച്ചാണ് സംസാരിക്കുന്നത്. ലീയെ അവനാണ് തട്ടിക്കൊണ്ടു പോയതെന്നും ഇവിടെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും മുന്നിൽ, പ്രത്യേകിച്ച് മെങ്ങിന്റെ മുന്നിൽ വെച്ചും ലീയെ കൊല്ലാൻ താൻ പോവുകയാണെന്നും അവൻ പറയുന്നു. എന്താ കാര്യമെന്ന് വെച്ചാൽ ഇവന് മെങ്ങിനെ വലിയ ഇഷ്ടമാണ്. പക്ഷെ മെങ് ലീയുമായി റിലേഷനിലായില്ലേ, അപ്പോൾ ആ ഒരു പേരിൽ ലീയെ കൊല്ലാനായിട്ടാണ് ഇവന്റെ പദ്ധതി. അങ്ങനെ കെമിസ്ട്രിയിലൊക്കെ വലിയ താല്പര്യമുള്ള ഈ പയ്യൻ സ്വന്തമായി നിർമ്മിച്ച ഒരു റോക്കറ്റ് മോഡലിൽ ലീയെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിന് തിരികൊളുത്തി അത് സ്ഫോടനത്തിനിരയാക്കി അതിൽ കെട്ടിയിട്ടിരിക്കുന്ന ലീയെ കൊല്ലാനായിട്ടാണ് ഇവന്റെ പദ്ധതി. ഇവൻ അതിനായി തിരികൊളുത്തുന്ന സമയം ലീയുടെ സഹോദരിമാരും മെങ്ങും അവിടെ ഉണ്ടായിരുന്ന ലീയുടെ മറ്റു കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ലീയെ അതിൽ നിന്ന് രക്ഷിക്കുന്നു. അങ്ങനെ തുടർന്ന് മരണത്തിന്റെ തൊട്ടരികെ വരെ പോയി തിരിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിയ ലീ മെങ്ങുമായി പഴയതിനേക്കാൾ വീറോടെ വാശിയോടെ പ്രണയത്തിലായിരിക്കുന്നതും രണ്ടുപേരും അങ്ങനെ ഹാപ്പി ആയിരിക്കുന്നതും, അതിന്റെ ഇടയിൽ എത്രയൊക്കെ ആങ്ങളയ്ക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവൻ വലുതായി മെച്ചോർഡായി, ഇനി അവനെ അവന്റെ വഴിക്ക് വിടണമെന്ന കാര്യങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതിനൊന്നും കഴിയാതെ പണ്ടത്തെ പോലെ തന്നെ ലീയെ ഇറിറ്റേറ്റ് ചെയ്ത് കൂടെ പെങ്ങന്മാര് സദാസമയം നടക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.